ഇറാൻ എന്താണ് പറയുന്നത്? US തെളിവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ നിലപാടിനെ ഇറാൻ നോക്കിക്കാണുന്നത്? ഇതിന് കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെയാണ് ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. ഈ സമീപകാലത്ത് നടന്ന ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ 32,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നത്. ഇതിനെ പൂർണ്ണമായിട്ടും ഖണ്ഡിച്ചുകൊണ്ടാണ് കൊല്ലപ്പെട്ടവരുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇറാൻ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള ഈ വിവരങ്ങൾ പൊതുസമക്ഷം അവതരിപ്പിച്ചത്. അതിൽ 3,120 പേരാണ് ഈ ഒരു വിവിധ അക്രമ സംഭവങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 200-ലധികം പേരും സുരക്ഷാ ജീവനക്കാരാണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 32,000 എന്ന് പറയുമ്പോൾ ആ കണക്ക് ഒരു നിലക്കും പൊരുത്തപ്പെടുന്നതല്ല. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ ഇത്രയും പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, തെളിവുകൾ എന്ത് എന്ന് അമേരിക്ക വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ അർത്ഥത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്നതും അങ്ങനെ രൂപപ്പെടുത്താനുള്ള ആ നീക്കം ഒരു നിലയ്ക്കും അനുവദിക്കാനാവില്ല എന്നുകൂടിയാണ് അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് ഇറാനിലെ ചില യൂണിവേഴ്സിറ്റികളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ചില വിവിധ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉള്ളതിൽ നിന്ന് ഭിന്നമായി വളരെ പരിമിതമായ ചെറിയ സ്വഭാവത്തിലുള്ള ചില പ്രകടനങ്ങൾ മാത്രമാണ് നടന്നതെന്നാണ് ഇറാൻ വാർത്താ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അത് നേരത്തെ ഉള്ളതുപോലെ വ്യാപ്തിയുള്ള ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്കോ മറ്റോ നീങ്ങുന്നതല്ല. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടും പ്രതിഷേധം രൂപപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് ഇറാനിൽ ഇടപെടാൻ കുറെ കൂടി എളുപ്പമാകുമെന്ന ഒരു വിലയിരുത്തലാണ് ഇസ്രായേലും അമേരിക്കയും ഉള്ളത്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഒരുക്കാതിരിക്കാൻ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ആഭ്യന്തരമായിട്ടുള്ള ഒരു സംഘർഷം അത് നിലവിലുള്ള ഒരു സൈനിക നടപടി കൂടി വരികയാണെങ്കിൽ അത് മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അത് ഒഴിവാക്കി ജനങ്ങളെ പരമാവധി തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഇറാൻ നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള വലിയ തിരിച്ചടി ട്രംപിന് ഏറ്റ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം ട്രംപ് ഭരണകൂടം വലിയ തോതിൽ തന്നെ നേരിടുന്നുണ്ട്. കാരണം ജനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു ട്രംപിനെയാണ് പിന്നിട്ട ദിവസങ്ങളിൽ ലോകം കാണുന്നത്. അതിനിടയിൽ ഈ ഇറാനിലെ യുദ്ധത്തിൽ നിന്ന് ഏതെങ്കിലും തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ട്രംപ് ഭരണകൂടം സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ആഘാതമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ട്രംപ് ഭരണകൂടം ഇറാന്റെ കാര്യത്തിൽ ഇപ്പോൾ നീങ്ങുന്നത് എന്ന റിപ്പോർട്ടുകൾ ഏത് സമയത്തും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാമെന്നുള്ള സാധ്യത കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ ഇറാന്റെ ഭാഗത്തുമുണ്ട്. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.